അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ هدى للناس وبينات من الهدى والفرقان صدق الله مولانا العظيم. إذا كان أول ليلة من رمضان نادى مناد يا باغي الخير أقبل ويا باغي الشر أقصر ولله عتقاء من النار وذلك في كل ليلة. صدق رسوله الأمين. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളായ നമ്മെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സമുദ്ധരിക്കാനും സംസ്കരിക്കാനും വേണ്ടി അല്ലാഹു ഒരുക്കിത്തന്ന പരിശുദ്ധ റമളാൻ മാസം നമ്മുടെയൊക്കെ ആയുസ്സിൽ ഒരിക്കൽ കൂടി നമ്മിലേക്ക് വിരുന്നെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ റമളാനുകൾക്ക് സാക്ഷിയാവുക എന്നതു തന്നെ വലിയ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. റമളാനിനെ കൂടുതൽ അഭിമുഖീകരിക്കാൻ ലഭിക്കുക എന്നത് ഒരു യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം അത്രയും പവർഫുള്ളാണ്, മഹത്വമേറിയതാണ് ഈ മാസത്തിൻ്റെ ദിനരാത്രികൾ. ഇമാം തുർമുദിയും ഇബ്നു മാജയും അടക്കമുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൻ്റെ ആദ്യത്തെ രാവ് പിറന്നു കഴിഞ്ഞാൽ, ഒന്നുകിൽ ശഅബാനിൻ്റെ 29 അസ്തമാന സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ റമളാനിൻ്റെ പൊന്നമ്പിളി ഉദിച്ചുയർന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായി റമളാനിലേക്ക് പ്രവേശിച്ചാൽ ആ രാവിൻ്റെ തുടക്കത്തിൽ തന്നെ, റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ തന്നെ നാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്. അല്ലാഹു ഒരു മലക്കിനെ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വിളിച്ചു പറയാൻ. എന്താണ് ആ മലക്ക് വിളിച്ചു പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് തുടർന്ന് പറയുന്നു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. യാ ബാഗിയൽ ഖൈരി, ഗുണം കാക്ഷിക്കുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ, നന്മ പ്രതീക്ഷിക്കുന്നവരെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് വേണ്ടുവോളം നന്മ വാരിക്കൂട്ടാൻ വേണ്ട സീസൺ കാലമാണിത്. നിങ്ങളുടെ പാരത്രിക അക്കൗണ്ടിൽ വേണ്ടുവോളം വിഭവങ്ങൾ ശേഖരിക്കാൻ പര്യാപ്തമായ മാസമാണ് പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് നന്മലാക്കാക്കുന്നവർ, നന്മ ആഗ്രഹിക്കുന്നവരാരുണ്ടോ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ. വയാ ബാഗിയശ് ശർരി, തിന്മകളിൽ അഭിരമിക്കുന്ന, തിന്മകളോട് താല്പര്യമുള്ള, തിന്മകളിൽ എൻഗേജ്ഡായ ആളുകളെ അക്സിർ, നിങ്ങൾ വിരമിക്കൂ, നിങ്ങൾ അവസാനിപ്പിക്കൂ, നിങ്ങൾ ചുരുക്കൂ.
എന്തുകൊണ്ട്? വലില്ലാഹി ഉതഖാഉ മിനന്നാർ. ഈ വിശുദ്ധ റമദാൻ പൊതുമാപ്പിന്റെ കാലമാണ്. ജയിൽ പുള്ളികൾക്കൊക്കെ പൊതുമാപ്പ് കൊടുക്കും രാഷ്ട്രങ്ങൾ, രാജ്യങ്ങൾ, നാടുകളൊക്കെ. വലില്ലാഹി ഉതഖാഉ മിനന്നാർ. അള്ളാഹുവിനോട് തെറ്റ് ചെയ്തവർ, അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ച് ജീവിച്ച കുറ്റവാളികൾ, അവർക്ക് പൊതുമാപ്പിന്റെ കാലമാണിത്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ. ഒരുപാട് കുറ്റവാളികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണിത്. ഈ മാസത്തിന്റെ ഏതെങ്കിലും നിർണിത സമയത്തോ രാവിലോ മാത്രമല്ല, വദാലിക ഫീ കുല്ലി ലൈല. ഓരോ രാവുകളിലും, ഈ മാസത്തിന്റെ ഓരോ രാവുകളിലും ഒത്തിരി ഒത്തിരി കുറ്റവാളികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പൊതുമാപ്പിന്റെ ഘട്ടമാണ്. അതുകൊണ്ട് വരൂ എന്ന് വിളിച്ചു പറയുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു റമദാനിലെ ഏതെങ്കിലും ഒരു രാവിൽ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടണ്ടേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഘട്ടത്തിൽ നോമ്പ് പിടിച്ച ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടുന്ന കാര്യം, അറിയേണ്ടുന്ന കാര്യം, പഠിക്കേണ്ടുന്ന കാര്യം, എന്തിനാണ് ഈ ഉപവാസം, എന്തിനാണ് ഈ നോമ്പ്? പ്രത്യേകിച്ച് കുംഭം മീനം മാസത്തിൻ്റെ കൊടും ചൂടിൽ, കനത്ത ചൂടിൽ എന്തിനാണ് ഈ ദാഹം സഹിക്കുന്നത്? എന്തിനാണ് ഈ വിശപ്പ് സഹിച്ച് തളരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ നോമ്പ്? ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്താനോ പ്രയാസത്തിലാക്കാനോ അല്ല അല്ലാഹു റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത്. പിന്നെന്തിനാ? നമ്മെ വളർത്താനും ഉയർത്താനും വേണ്ടിയാണ് അല്ലാഹു റമളാൻ വ്രതം നിർബന്ധമാക്കിയത്. നമ്മെ വളർത്തണം, നമ്മെ ഉയർത്തണം, ഇതിനു വേണ്ടിയാണ്. നമ്മളിപ്പോൾ അങ്ങനെ പട്ടിണി കിടന്ന് പോകുന്നുണ്ട്, നോമ്പ് പിടിച്ചു പോകുന്നുണ്ട്. എന്താ ഈ ഇടപാട്? ഇതിൻ്റെ ഉള്ളിൽ ആന്തരികമായി അന്തർഭവിച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ അറിയണത്? എങ്ങനെയാണ് അല്ലാഹു റമളാൻ നോമ്പിലൂടെ നമ്മയൊക്കെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മെ നന്നാക്കുന്നത്, ഉയർത്തുന്നത്, വളർത്തുന്നത്? ഇൻസാനിയായ അവസ്ഥയിൽ നിന്ന് മലക്കിയായ അവസ്ഥയിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ അല്ലാഹു പരിശീലനം നൽകുകയാണ്. ഇൻസാനിയായ അവസ്ഥയിൽ നിന്ന് മലക്കിയായ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ട്രെയിനിങ് ആണ്, പരിശീലനമാണ് നോമ്പ്. എന്ന് വെച്ചാൽ മാനുഷികമായ ദുർഗുണങ്ങളിൽ നിന്ന്, മനുഷ്യത്വപരമായ ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധമാക്കി മലക്കിന്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ട്രെയിനിങ് ആണിത്. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ തിന്നുന്നവനാണ്, കുടിക്കുന്നവനാണ്, അവന് ഊണും ഉറക്കവുമുണ്ട്, വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങൾ പരിധി വിടുമ്പോൾ അവൻ ഉടമസ്ഥനായ റബ്ബിൽ നിന്ന് അകലുന്നതാണ്. തന്നെ പടച്ചു പോറ്റുന്ന റബ്ബിനെ കുറിച്ച് ബോധമില്ലാതെ ആ അള്ളാഹുവിനെ വിസ്മരിച്ച് അവനോട് ധിക്കാരം പ്രവർത്തിച്ചു പോകുന്നതാണ് മനുഷ്യൻ. ഈ വികാരങ്ങൾ ശക്തി പ്രാപിച്ചാൽ അവൻ ഒരു കേവല മൃഗമായി മാറും. ഒരു വേള മൃഗത്തേക്കാൾ അധമനായി മാറും. ആ സമയത്ത് അവന്റെ ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്റ്റായി പോകും, വിച്ഛേദിക്കപ്പെട്ടു പോകും, മുറിഞ്ഞു പോകും. എന്നാൽ മലക്കോ ഈ വക ദുർഗുണങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട്, അവർ വിശുദ്ധരായതുകൊണ്ട് മുഖറബുകളാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരാണ്, അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടുന്നവരാണ് മലക്കുകൾ. കാരണം അവരിൽ മൃഗീയ ഗുണങ്ങളില്ല. അപ്പോൾ മൃഗീയ ഗുണങ്ങളുള്ള മനുഷ്യരെ മലക്കിന്റെ ഉന്നതമായ സ്വഭാവ പ്രകൃതങ്ങളിലേക്ക്, വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിങ്,
അള്ളാഹു നിർബന്ധമാക്കുന്നു. മുഅ്മിനീങ്ങൾ ആ ട്രെയിനിങ് എടുത്ത് മലക്കിന്റെ വിശുദ്ധി ആർജിക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായി മാറുന്നു. ഈ മലക്കിന്റെ വിശുദ്ധിയിലേക്ക് നോമ്പിലൂടെ കടന്നു വരുന്ന മുഅ്മിൻ അള്ളാഹുവിലേക്ക് അടുത്തു വരുന്നു. അവൻ മലക്കിലേറെ ഉയരുകയും ചെയ്യുന്നു. ഇതാണ് നോമ്പിൻ്റെ മർമ്മം. അല്ലാതെ ആരോഗ്യം നന്നാകലല്ല. ആരോഗ്യം നന്നാകും. സ്വർഗത്തിൽ റയ്യാൻ വാതിലിലൂടെ കയറലല്ല, അതും കിട്ടും. അതൊക്കെ ചക്കയിടുമ്പോൾ മുയല് കിട്ടുന്നത് പോലെ ബിത്തബഅ കിട്ടുന്നതാണ്. ബിദാത്ത് മഖ്സൂദ്, പരമമായ നോമ്പിന്റെ ലക്ഷ്യം ഇതാണ്. നമ്മളൊക്കെ ഒന്ന് മലക്കിന്റെ അവസ്ഥയിലേക്ക് ഒന്ന് പരിശീലനം തരിക എന്നതാണ്. ഈ പരിശീലനത്തിന് മുതിരുന്നതോടെ അള്ളാഹു ആ മുതിർന്ന മുസൽമാനെ തൃപ്തിപ്പെടുകയാണ്. ആ മുഅ്മിനിന്റെ കാര്യത്തിൽ റബ്ബ് സംതൃപ്തനാവുകയാണ്. നമ്മളിങ്ങനെ ഈ ചൂടത്തൊക്കെ ഇങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് ചില്ലറ കാര്യമല്ലത്. പ്രയാസമുണ്ട്, തൊണ്ട വരണ്ട് പൊട്ടാനാകുകയാണ്. മുന്നിൽ നല്ല തണുത്ത ജലം, ഫ്രിഡ്ജിൽ നല്ല കൂൾ വാട്ടർ ഉണ്ട്. ആഹാരം ആരും അറിയാതെ കഴിക്കാനും പറ്റും. എന്നിട്ടും അതൊക്കെയും വർജിച്ച, റമളാൻ വ്രതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച, നല്ല ത്യാഗത്തോടുകൂടെ പിടിച്ചു നിന്ന മുഅ്മിനിന്റെ കാര്യത്തിൽ അല്ലാഹു മലക്കുകളുടെ സദസ്സിൽ, സഭയിൽ അഭിമാനം പറയുന്നുണ്ട്. ഇന്നല്ലാഹ തആല യുബാഹിൽ മലായിക ബിമൻ ഖല്ല മത്അമുഹു വമശ്റബുഹു ഫിദ്ദുനിയാ. അന്നപാനീയങ്ങൾ നിയന്ത്രിച്ച് നോമ്പ് പിടിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്നു. എങ്ങനെ അഭിമാനം പറയുന്നു? യഖൂലുല്ലാഹു തആല ഉൻദുറൂ ഇലാ അബ്ദി. അല്ലയോ മലക്കുകളെ, നിങ്ങൾ നോക്കൂ, എൻ്റെ അടിമയിലേക്ക് നോക്കൂ, എൻ്റെ അടിമകളിലേക്ക് നോക്കൂ. ഇബ്തലൈതുഹു ബിത്ത്വാമി വശറാബ്. അന്നപാനീയങ്ങളുടെ കാര്യത്തിൽ ഞാൻ അവരെ പരീക്ഷിച്ചു. എൻ്റെ ദാസനെ ഞാൻ പരീക്ഷിച്ചു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇതരുത് എന്ന് പറഞ്ഞ് അവൻ മാറി നിൽക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ത്വആമ് ശറാബിന്റെ കാര്യത്തിൽ പരീക്ഷിച്ചു. മീനമാസത്തിന്റെ കൊടും ചൂടിൽ അവൻ ദാഹിച്ച് പരവശനായി, വിശന്നവന് തളർച്ച വന്നു. ഫസ്വബറ വതറകഹുമാ. അപ്പോൾ അവർ ക്ഷമിക്കുകയും അവൻ അതൊക്കെയും എന്നെ ഓർത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. മലക്കുകളെ, നിങ്ങൾ തിന്നാറില്ല, നിങ്ങൾ കുടിക്കാറില്ല, നിങ്ങൾ ഇണചേരാറില്ല. നിങ്ങളുടെ പ്രകൃതി അത് തന്നെയാണ്. നിങ്ങളെ ഞാൻ അങ്ങനെയാണ് സംവിധാനിച്ചത്. നിങ്ങളെ ഞാൻ ആ പരുവത്തിലാണ് പടച്ചു വെച്ചത്. പക്ഷേ മനുഷ്യരെ ഞാൻ പടച്ചത് രണ്ടുമുള്ള അവസ്ഥയിലാണ്. മാലാഖയുടെ വിശുദ്ധിയുണ്ട്, മൃഗീയ ഗുണങ്ങളുണ്ട്. ആ മൃഗീയ ഗുണങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട്, സമരം ചെയ്തുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിന്ന ഇവരുണ്ടല്ലോ. ഇശ്ഹദൂ യാ മലായികതീ. എൻ്റെ മലക്കുകളെ, നിങ്ങൾ സാക്ഷി നിൽക്കുക. ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഞാനൊരു ഓഫർ കൊടുക്കാൻ പോവാണ്. നോമ്പുകാരായ മുഅ്മിനീങ്ങൾക്ക് ഞാനൊരു ഓഫർ പറയാൻ പോവാണ്. ആ ഓഫർ പ്രഖ്യാപനത്തിന് നിങ്ങൾ സാക്ഷി നിൽക്കുക. നിങ്ങൾ സാക്ഷികളാകണം. എന്താണ് ഓഫർ? മാമിൻ നഖ്ലത്തിൻ യദഉഹാ, മാമിൻ നഖ്ലത്തിൻ യദഉഹാ. ഈ നോമ്പുകാരനായ സത്യവിശ്വാസി വർജിക്കുന്ന, മാറ്റിവെക്കുന്ന ഓരോ പിടി ഭക്ഷണവും ഓരോ കവിള് വെള്ളവും ഇല്ലാ അബ്ദൽതുഹു ബിഹാ ദറജാതിൻ ഫിൽ ജന്ന. ഓരോ പിടി ഭക്ഷണത്തിന് പകരവും ഞാൻ സ്വർഗത്തിലെ പദവികൾ ഏറ്റി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന് നിങ്ങൾ സാക്ഷി നിന്നുകൊള്ളുക. അള്ളാഹു നമുക്കത് നൽകട്ടെ. ചെറിയ കാര്യമല്ല. ലോകത്ത് വന്ന അംബിയാ മുർസലുകളൊക്കെയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ വലിമാര്, ഔലിയാക്കളൊക്കെയും ഈ ട്രെയിനിങ് എടുത്തവരാണ്. വെറുതെ അള്ളാന്റെ പൊരുത്തം കിട്ടൂല,
വെറുതെ സ്വർഗം കിട്ടൂല, വെറുതെ സമാധാനം കിട്ടൂല, ട്രെയിനിങ് എടുക്കണം. ഈ ഉപവാസത്തിന്റെ ട്രെയിനിങ്, നോമ്പെന്ന ട്രെയിനിങ് എടുത്തവരാണ് ലോകം കണ്ട നബിമാരൊക്കെയും വലിമാരൊക്കെയും. നോമ്പ് പറയുന്നിടത്ത് തന്നെ അള്ളാഹ് പറയുന്നു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നോമ്പിന്റെ കേസ് കേട്ടിട്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുമ്പ് ആരൊക്കെ ഏതൊക്കെ ജനത കഴിഞ്ഞു പോയോ അവർക്കൊക്കെ നോമ്പുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ഭൂമിയുടെ പുറന്തോടിൽ ആദ്യം ഉപവസിച്ച വ്യക്തി ആരാ? ആദ്യമായി നോമ്പ് പിടിച്ച ആളാരാ? മനുഷ്യർ ഈ ഭൂമിയിൽ വന്നിട്ട് ആദ്യം നോമ്പ് പിടിച്ചതാരാ? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം തന്നെ ആദ്യത്തെ ആളെന്നെ നോമ്പ് പിടിച്ചു. ആദം നബിയുടെ നോമ്പ് എങ്ങനെയായിരുന്നു? ഫകാന യസൂമു സലാസത അയ്യാം മിൻ കുല്ലി ഷഹർ. ഓരോ മാസവും 3 ദിവസം മനുഷ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം നോമ്പ് പിടിച്ചു. ഓരോ മാസവും 3 ദിവസം. അപ്പോൾ ഒരു കൊല്ലത്തിൽ എത്ര നോമ്പുണ്ടാവും? നമ്മളെക്കാൾ നോമ്പുണ്ടാവും. 36 നോമ്പുണ്ടാവില്ലേ 12 മാസത്തിൽ? ഫലത്തിൽ 36 നോമ്പുണ്ടെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചേർത്ത് നോമ്പ് നോൽക്കുന്ന സിസ്റ്റം ഉമ്മത്ത് മുഹമ്മദിന് മാത്രം സ്പെഷ്യലാണ്. നമുക്ക് മാത്രം, ഈ സമുദായത്തിന് മാത്രം കിട്ടിയ അവസരം. പൂർവികർക്കൊക്കെ മാസത്തിൽ 3 അധികവും. അത് ഏത് ദിവസമാണ് പിടിച്ചത്? ചന്ദ്രവർഷത്തിന്റെ മാസത്തില് 13, 14, 15 വെളുത്ത വാവ് പൗർണമി ദിനങ്ങളിലാണ് ആദം നബി അലൈഹിസ്സലാം നോമ്പ് പിടിച്ചത്. അറബി മാസത്തിൽ 13, 14, 15. ആ ആദം നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് നമുക്കും സുന്നത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വാപ്പാന്റെ നോമ്പ് അത് പിടിക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശം സാധിക്കുന്നവർ പിടിക്കണം. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് എങ്ങനെ? അത് ഉപ്പയായ ആദം നബിയുടെ നോമ്പ് പോലെ തന്നെ. പിന്നെ വന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു തരുന്നുണ്ട്, ഹദീസ് കിതാബുകളിൽ കാണാം. ദാവൂദ് നബിയുടെ നോമ്പാണ് പവർഫുൾ നോമ്പ്, കഠിന ത്യാഗസമ്പൂർണമായ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അഫ്ളലു സിയാം, നോമ്പിന്റെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പ്. അതെങ്ങനെ? സൗമു യൗമിൻ വഫിത്റു യൗമിൻ. ഒരു ദിവസം നോമ്പ് പിടിക്കുന്നു, പിറ്റേന്ന് വിടുന്നു, പിറ്റേന്ന് പിടിക്കുന്നു, പിറ്റേന്ന് വിടുന്നു. അവർ കൊല്ലം എത്ര മാസം നോമ്പായിരിക്കും? 6 മാസം നോമ്പായിരിക്കും. ഇത് കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മളെ റമദാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ദിവസം അങ്ങനെ ഉച്ചയാകുമ്പോൾ ഒരു തലവേദന, കട്ടൻ ചായ ചെല്ലാത്ത പ്രശ്നം, വൈകുന്നേരം ആകുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത, രണ്ടാമത്തെ ദിവസം അത്ര തലവേദന ഉണ്ടാവില്ല, മൂന്നാമത്തെ ദിവസം അത്ര ഉണ്ടാവില്ല, 4ന്റെ അന്ന് തീർന്നിട്ടുണ്ടാവും. അതൊരു ശീലായി. പിന്നെ ആ ഒരു മാസം അത് അങ്ങനെ ഒരു ശീലായി. നാള് മുഴുവൻ, കാലം മുഴുവൻ നോമ്പ് പിടിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പ്. കാരണം എന്താ? അത് നല്ല അടിയാ മനസ്സിനിട്ട്. ഒരു ദിവസം നോമ്പ്, പിറ്റേന്ന് പിന്നെ ഫുഡ് അടിക്കുകയാണ്, ശീലാകാൻ സമയം കൊടുക്കുന്നില്ല. അത് വലിയ ത്യാഗവും ജിഹാദുമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അത് ഏറ്റവും അഫ്ളലായ നോമ്പാണ് എന്നാ ദാവൂദ് നബിയുടെ നോമ്പ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് ഓരോ മാസവും 9 ദിനങ്ങൾ നോമ്പ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെ ഓരോ മാസവും 3 നോമ്പ് എല്ലാം ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് സ്പെഷ്യലായിട്ട് നോമ്പെടുപ്പിച്ചു അള്ളാഹ് മൂസാ നബിയെ. എപ്പോ? അള്ളാഹ് എനിക്ക് നീയായിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ട്. സംസാരിക്കാം, മാത്രമല്ല തൗറാത്ത് തരാനുണ്ട്, ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ചുമ്മാ എൻ്റെ അടുത്തേക്ക് കയറി വരാൻ പറ്റൂല. അള്ളാഹു ഒരു മാന്യനായ ആളെ മുന്നിൽ പോകുമ്പോൾ ആ മെനക്ക് കുളിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള മാന്യന്റെ മുന്നിലേക്ക് പോവാ അല്ലേ? അള്ളാഹ് പറഞ്ഞു ചുമ്മാ എൻ്റെ മുന്നിലേക്ക് അങ്ങനെ കയറി വരാൻ പറ്റൂല, അതിനൊരു ട്രെയിനിങ് എടുക്കണം. മൂസാ 30 ദിവസം നോമ്പ് പിടിക്കൂ. തൂരിസീന പർവ്വത നിരയിൽ, ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ വന്ന് 30 ദിവസം നോമ്പ് പിടിക്കണം മൂസാ. എന്നിട്ട് ആ മലക്കിയായ അവസ്ഥ ആർജിച്ച് മാലാഖയുടെ വിശുദ്ധിയിലേക്ക് വളർന്നിട്ട് വേണം എന്നോട് സംസാരിക്കാൻ വരാന്. മൂസാ നബി അലൈഹി സ്വലാം പിടിച്ചു. അതെങ്ങനെ? നമ്മുടെ നോമ്പ് പോലല്ല, വിസ്വാല് നോമ്പാന്നാ.
രാപ്പകൽ നോമ്പ് പിടിച്ചു 30 ദിവസം. അള്ളാഹു അവർക്കതിനുള്ള കരുത്ത് കൊടുക്കുകയാണ്. 30ാമത്തെ ദിവസം പൂർത്തിയാകാൻ സമയമായപ്പോൾ മൂസാ നബി ചിന്തിച്ചു, അൽഹംദുലില്ലാ, ഇനി അള്ളേട്ടാ ഞാൻ സംസാരിക്കാൻ പോണേ. അതുകൊണ്ട് പടച്ചോന്റെ മുന്നിലേക്ക് മുനാജാത്തിന് പോകുന്നതിൻ്റെ മുമ്പ് വായൊന്ന് ക്ലീനാക്കുക. കാരണം നോമ്പുകാരൻ്റെ വായക്കൊരു ഗന്ധമുണ്ടാവുമല്ലോ. 30 ദിവസത്തെ നോമ്പാണ്. അള്ളാന്റെ മുന്നിലേക്ക് മുനാജാത്തിന് പോകുമ്പോൾ ഇതൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചൊരു മരക്കമ്പ് പൊട്ടിച്ചെടുത്ത് ആ കമ്പ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തു. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. ഇത് അള്ളാഹ്ക്ക് അറിയില്ലേ വായന്റെ ഗന്ധം എന്താന്ന്? മാത്രമല്ല പടച്ചോന് ത്യാഗം ചെയ്തുണ്ടാകുന്ന ആ ഗന്ധം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നോമ്പുകാരായ നമ്മളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാരെ നാറ്റിക്കണ്ട, അടുത്ത് നിന്ന് അങ്ങനെ സംസാരിക്കണ്ട, കുറച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട. അള്ളാഹ്ക്കാ ഇഷ്ടം, നമുക്കിഷ്ടമല്ല കേട്ടോ. അത് വേണം ശ്രദ്ധിക്കുക. നോമ്പുകാരൻ്റെ വായുനാറ്റം അള്ളാഹ്ക്ക് ഇഷ്ടം, എന്നാൽ ജനങ്ങളിൽ ശല്യം ചെയ്യുക അത് വേണ്ട. അത് കുറച്ച് അകലെ നിന്നാൽ ഈ വായൊന്ന് പൊത്തി സംസാരിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈ ത്യാഗത്തിൻ്റെ ആ വായക്കുണ്ടാകുന്ന ഗന്ധം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മൂസാ നബി അലൈഹി സ്വലാം 30ാം ദിവസം പൂർത്തിയാകാൻ നേരമായപ്പോൾ ബ്രഷ് ചെയ്തു. അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. അള്ളാഹ് പറഞ്ഞു, പറ്റൂല, നിന്റെ മനസ്സ് ഫുള്ള് ക്ലിയർ ആയിട്ടില്ല, ഒരു 10 ദിവസത്തെ ഫൈന് അതും കൂടി പിടിച്ചോ, എന്നിട്ട് വാ. ഇതാണ് ഖുർആൻ പറയുന്നത്. വവാഅദ്നാ മൂസാ 30 ലൈല വഅത്മംനാഹാ ബിഅശ്ർ. സൂറത്തുൽ അഅറാഫിൽ കാണാം, നാം മൂസാ നബിയോട് 30 ദിവസത്തെ ഉപവാസവും ത്യാഗവും ധർമ്മസമരവും ഒക്കെ പഠിപ്പിച്ചു. പിന്നെ അത്മംനാഹാ ബിഅശ്ർ, ഞാനൊരു 10 കൂടി പൂർത്തിയാക്കി ചേർത്ത് വെച്ചു കൊടുത്തു. അതിന്റെ കാരണം ഇതാണെന്ന് മഹാന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.